കഴിഞ്ഞ 10 വർഷം 12 ബജറ്റുകളിൽ ഏറ്റവും കൂടുതൽ തവണ മുഴങ്ങിക്കേട്ട വാക്കേതായിരുന്നു? മോദി മോദി മോദി. 13ാമത്തെ ബജറ്റ്. ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 1 മണിക്കൂർ 23 മിനിറ്റ് പ്രസംഗത്തിൽ മോദിയേ ഇല്ലായിരുന്നു. പകരമോ ബീഹാർ ആന്ധ്ര, ബീഹാർ ആന്ധ്ര, ബീഹാർ ആന്ധ്ര. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കാരണം ഒന്നേയുള്ളൂ, ഇത് NDA സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ്. തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത മോദിയെ താങ്ങി നിർത്തുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ്. ഇവരെ ഉറപ്പിച്ചു നിർത്തണം, അതിനുള്ള തന്ത്രം. അതായിരുന്നു നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം മുഴുവൻ. അങ്ങനെയാണ് മോദിക്ക് പകരം ബജറ്റിൽ ബീഹാർ ആന്ധ്ര എന്ന് ആവർത്തിച്ചു വന്നത്. New airports, medical colleges and sports infrastructure in Bihar will be constructed. Andhra Pradesh Reorganization Act, recognizing the state's need for a capital, we will facilitate special financial support. ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പദവി. ഇതായിരുന്നു 3ാം മോദി സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ ഈ നാൾ വരെ തൂങ്ങിക്കിടന്ന വാൾ. കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിലും ഇക്കാര്യം ഉയർന്നു. എന്നാൽ പ്രത്യേക പദവി പ്രഖ്യാപനമില്ല. പകരം പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ, പദ്ധതികൾ ഒക്കെ വാരിക്കോരി നൽകി. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പറഞ്ഞതൊക്കെ മോദിയും നിർമ്മലയും കേട്ടു. അങ്ങനെ ഇത് NDA സർക്കാരിന്റെ ആദ്യ ബജറ്റായി മാറി. 15,000 crore rupees will be arranged with additional amounts in future years. ആന്ധ്രയ്ക്ക് 15,000 കോടി രൂപയാണ് പ്രത്യേക പാക്കേജായി അനുവദിച്ചത്. ആന്ധ്രയുടെ തലസ്ഥാനമായി അമരാവതിയെ വികസിപ്പിക്കേണ്ടത് നായിഡുവിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഈ സാമ്പത്തിക വർഷം തന്നെ ഈ തുക അനുവദിക്കും, അതായത് എത്രയും പെട്ടെന്ന്. പിന്നാലെ പ്രത്യേക പാക്കേജുകൾ വരുമെന്നതിന്റെ സൂചന കൂടിയാണത്. ഹൈദരാബാദ്, ബംഗളൂരു സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനവും ആന്ധ്രയെ ഉദ്ദേശിച്ച് മാത്രമാണ്. റായലസീമ, പ്രകാശം ജില്ലകൾക്കും ആന്ധ്രയുടെ വടക്കൻ ജില്ലകൾക്കും പിന്നോക്ക മേഖലയായി പരിഗണിച്ച് മറ്റ് സഹായം വേറെയും. പോളാവരം ജലപദ്ധതി പൂർത്തിയാക്കാൻ സഹായം, പുതിയ റോഡുകൾ, ജല പൈപ്പ് ലൈനുകൾ, റെയിൽവേ കണക്ടിവിറ്റി, ഇങ്ങനെ ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. At Buxar at a total cost of 26,000 crore rupees. ഇനി ബീഹാറിനോ 26,000 കോടി. അനുമതി കിട്ടാതെ പാതി വഴിയിലായ പല പാതകളും ഇനി ട്രാക്കിലാകുകയാണ്. പട്ന, പൂർണിയ, ബക്സർ, ബഗൽപൂർ തുടങ്ങിയ എക്സ്പ്രസ് പാതകൾ, ഇതൊക്കെ ഇനി വേഗത്തിലാകും. വിമാനത്താവളങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, ഊർജ്ജ നിലയം, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ എന്നിങ്ങനെ വേറെയും. അമൃത്സർ, കൊൽക്കത്ത വ്യവസായ ഇടനാഴി ബീഹാറിനെ ഉദ്ദേശിച്ചാണ്. നളന്ദയുടെ ടൂറിസം വികസനം, ക്ഷേത്രങ്ങളുടെ വികസനം എല്ലാം നിതീഷ് കുമാറിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും രാഷ്ട്രീയ ചരിത്രം നല്ല പോലെ മോദിക്കും BJPക്കും അറിയാം. നിതീഷ് പലവട്ടം മറുകണ്ഠം ചാടിയ ആളാണ്. ആ അർത്ഥത്തിൽ നിതീഷിനെ പാൽത്തൂറാം എന്ന് എതിരാളികൾ കളിയാക്കി വിളിക്കാറുമുണ്ട്. NDAയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് നിതീഷ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിലപാട് ഇനിയും മാറാം. ചന്ദ്രബാബു നായിഡുവിന് ഇത് അഭിമാന പ്രശ്നമാണ്. അമരാവതിയും പോളാവരവും പ്രത്യേക പാക്കേജുമെല്ലാം നടപ്പാക്കിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നായിഡു തിരിച്ചെത്തിയത്. അടിക്ക് തിരിച്ചടി നൽകുന്ന ആന്ധ്ര രാഷ്ട്രീയത്തിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ നായിഡുവിന് ഇതെല്ലാം നടപ്പാക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷും നായിഡുവും ഒരു ലോട്ടറി എടുത്തു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബമ്പർ അടിച്ചത് അവർക്കായിരുന്നു. എന്താണ് ആ ബമ്പർ? BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്തത് തന്നെ. അപ്പോൾ മോദിയെ താങ്ങി നിർത്തുന്ന നിതീഷും നായിഡുവും ലാഭക്കൊയ്ത്ത് നടത്തും. അതിന്റെ തുടക്കം ഈ ബജറ്റായിരുന്നു. ഇനിയും അത് തുടരും. എന്നാലേ കാലാവധി തികയ്ക്കാൻ മോദിക്ക് കഴിയൂ. ICL Finco, the intelligent choice.